ആകാശച്ചുഴി? ഇത് സാധാരണയുണ്ടാകാറുള്ള പ്രതിഭാസമാണോ? വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഇതിനെ മറികടക്കാൻ കഴിയുമോ? വിശദമായി പരിശോധിക്കാം. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ബോയിംഗ് 777 വിമാനം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് ഇത് ബാങ്കോക്കിൽ ലാൻഡ് ചെയ്തത്. വിമാനത്തിൽ 211 യാത്രക്കാരും 18 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് റഡാർ 24ന്റെ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈറ്റ് 37,000 അടി ഉയരത്തിലാണ് പറന്നുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ 3 മിനിറ്റ് സമയം കൊണ്ട് വിമാനം 31,000 അടി താഴ്ചയിലേക്കെത്തി. ആ നിലയിൽ ഏകദേശം 10 മിനിറ്റോളം തുടർന്ന ശേഷം വിമാനം വഴിതിരിച്ചു വിടുകയും അരമണിക്കൂറിനുള്ളിൽ ബാങ്കോക്കിൽ ഇറങ്ങുകയും ചെയ്തുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മ്യാൻമാറിന് സമീപം ആൻഡമാൻ കടലിന് മുകളിലായിരിക്കുമ്പോഴാണ് ആകാശച്ചുഴി ഉണ്ടായത്. അപകടമുണ്ടായി ഉടൻ തന്നെ വിമാനം 7700 എന്ന സ്ക്വാക്ക് കോഡ് അയച്ചു നൽകി. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ അയക്കുന്ന അന്താരാഷ്ട്ര സിഗ്നലാണ്. യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനിടെയാണ് പെട്ടെന്ന് വിമാനം താഴ്ചയിലേക്ക് എത്തിയതെന്ന് സുവർണഭൂമി വിമാനത്താവളം ജനറൽ മാനേജർ കിറ്റിപ്പോങ് കിറ്റിക്കച്ചോർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 7 യാത്രക്കാർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും 23 യാത്രക്കാർക്കും 9 ക്രൂ അംഗങ്ങൾക്കും ഗുരുതരമല്ലാത്ത പരിക്കേൽക്കുകയും 16 പേർക്ക് നിസാര പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. ഇവർക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയതായും 14 പേർക്ക് വിമാനത്താവളത്തിൽ വെച്ച് അടിയന്തര ചികിത്സ നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാക്ഷിമൊഴികളും പരിക്കേറ്റവരുടെ എണ്ണവും വിമാനത്തിന്റെ താഴ്ചയിലേക്കുള്ള വീഴ്ചയും ആകാശച്ചുഴിയിൽ വിമാനത്തിലെ യാത്രക്കാർക്കും ജോലിക്കാർക്കും ഉയർത്തുന്ന ഗുരുതരമായ അപകടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആകാശച്ചുഴിയിൽപ്പെട്ട് സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം 5 മിനിറ്റ് കൊണ്ട് 1800 മീറ്റർ, അതായത് 6000 അടി താഴ്ചയിലേക്ക് എത്തിപ്പെട്ടു. അപകടത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ മരിച്ച 73കാരൻ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞുവെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആകാശയാത്രയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ അടുത്തു നടന്ന സംഭവം. എന്താണ് ആകാശച്ചുഴി? പ്രവചനാതീതമായ രീതിയിൽ ചലിക്കുന്ന അസ്ഥിരമായ വായുവാണ് ആകാശച്ചുഴി. ഇത് പലപ്പോഴും ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് സംഭവിക്കുന്നത്. മുന്നിൽ യാതൊരുവിധ സൂചനയും നൽകാത്ത ക്ലിയർ എയർ ടർബുലൻസ് ആണ് അതിൽ ഏറ്റവും അപകടകാരി. കാറ്റിന്റെ പ്രവേഗത്തിലുള്ള മാറ്റമാണ് ഇവിടെ കുറ്റവാളി. പരസ്പരം അടുത്തിരിക്കുന്ന 2 വലിയ വായുപിണ്ഡങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നീങ്ങുകയാണ് ഇവിടെ. തുടർന്ന് വെള്ളത്തിലെ ചുഴിയെപ്പോലെ വായുവിലും ചുഴികൾ ഉണ്ടാകുമെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആകാശച്ചുഴിയിൽപ്പെട്ട മരണങ്ങൾ അപൂർവമാണെങ്കിലും പരിക്കേൽക്കുന്നവർ വളരെയധികമാണ്. അതേസമയം ആകാശച്ചുഴി രൂപപ്പെടുന്ന സംഭവങ്ങളും സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും വ്യോമയാന നിരീക്ഷകരും വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു പരിധിവരെ കാരണമാണെന്ന് അവർ പറയുന്നു. ആകാശച്ചുഴിയിൽപ്പെടുന്ന വിമാനങ്ങൾ വളരെ കുറവാണ്. എങ്കിലും അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വിമാന കമ്പനികൾ സ്ഥിരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആകാശച്ചുഴിയിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് സാധാരണമാണോ? ആകാശച്ചുഴിയിൽപ്പെട്ട് പരിക്കേറ്റ യാത്രക്കാരുടെ എണ്ണം ശേഖരിക്കുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണെങ്കിലും ചില രാജ്യങ്ങൾ അവ സൂക്ഷിച്ചിട്ടുണ്ട്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ കണക്കനുസരിച്ച് US-ലെ 2009 മുതൽ 2018 വരെയുള്ള വിമാന അപകടങ്ങളിൽ 3/1 ആകാശച്ചുഴിയുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. മിക്ക കേസുകളിൽ 1 അതിലധികമോ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. 2009 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 163 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കുറഞ്ഞത് 2 ദിവസമെങ്കിലും ആശുപത്രികളിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും ക്യാബിൻ ക്രൂ അംഗങ്ങളാണ്. വിമാനയാത്രക്കിടെ അവർ ഭൂരിഭാഗം പേരും സീറ്റിൽ ഇരിക്കാത്തതാണ് ഇതിന് കാരണം. ആകാശച്ചുഴിയിൽപ്പെട്ട് എല്ല് പൊട്ടുന്നത് പോലെയുള്ള പരിക്കുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിരളമാണ്, പ്രത്യേകിച്ച് വലിയ വിമാനങ്ങളിൽ നിന്ന്. ആകാശച്ചുഴിയെക്കുറിച്ച് ദീർഘകാലം ഗവേഷണം നടത്തിയ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ നാഷണൽ സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞനായ ലാറി കോൺമാൻ AP-യോട് പറഞ്ഞു. ഇതിനു മുൻപ് പ്രധാനപ്പെട്ട വിമാന കമ്പനിയുടെ വലിയ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട അപകടമുണ്ടായി മരണം റിപ്പോർട്ട് ചെയ്തത് 1997-ലാണ്. അയാട്ടയുടെ ഫ്ലൈറ്റ് ആൻഡ് ടെക്നിക്കൽ വിഭാഗം ഡയറക്ടർ സ്റ്റുവാർട്ട് ഫോക്സ് പറഞ്ഞു.
അതിനുശേഷം ചെറിയ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സ്വകാര്യ ജെറ്റ് ആകാശച്ചുഴിയിൽപ്പെട്ട് മരണം സംഭവിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആകാശച്ചുഴിയെ മറികടക്കാൻ പൈലറ്റിനാകുമോ? ആകാശച്ചുഴിയെ നേരിടാൻ പൈലറ്റിന് മുന്നിൽ പലവിധ വഴികളുണ്ട്. കാലാവസ്ഥ റഡാർ ഡിസ്പ്ലേ പോലുള്ള സംവിധാനങ്ങൾ അതിനായുണ്ട്. ചില സമയങ്ങളിൽ പൈലറ്റുമാർക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയും. ആകാശച്ചുഴിക്ക് തൊട്ടു മുമ്പുള്ള ഇടം വരെ വളരെ ശാന്തമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒരു വിമാനം ക്ലിയർ എയർ ടർബുലൻസിൽ പെട്ടാൽ എയർ ട്രാഫിക് കൺട്രോളർമാർ മറ്റു പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുതായി ഇറങ്ങുന്ന വിമാനങ്ങൾ ആകാശച്ചുഴിയിൽ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ്. വിമാനത്തിന്റെ ക്യാബിൻ ഏരിയയിലും ഓവർഹെഡ് ബിന്നിലും ചെറിയ കേടുപാടുകൾ സംഭവിക്കുമെങ്കിലും ഇവ വിമാനത്തിന്റെ ഘടനാപരമായ കാര്യങ്ങളെ ബാധിക്കില്ലെന്ന് മോസ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറ്റപ്പെടുത്താമോ? ആകാശച്ചുഴി സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഒട്ടേറെ ഗവേഷകർ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ മാറ്റം മൂലമാണ് ആകാശച്ചുഴിയുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് എന്നതിന് ശക്തമായ തെളിവുണ്ടെന്ന് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെ അറ്റ്മോസ്ഫിയറിക് സയൻസിലെ പ്രൊഫസറായ പോൾ വില്യംസ് മെയ് 21 പ്രസ്താവനയിൽ വ്യക്തമാക്കി. 1979 മുതൽ വടക്കൻ അറ്റ്ലാന്റിക്കിലെ ക്ലിയർ എയർ ടർബുലൻസുകളുടെ എണ്ണത്തിൽ 55% വർധനവുണ്ടായതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ മറ്റു ചില കാരണങ്ങളും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എയർ ട്രാഫിക്കിലും വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. യാത്രക്കാർ സുരക്ഷിതരായി ഇരിക്കാൻ എന്തു ചെയ്യണം? സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നതാണ് ആകാശച്ചുഴിയിൽ പെടുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം. ആകാശച്ചുഴി മുൻകൂട്ടി പ്രവചിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കുകയെന്നതാണ് മികച്ച പ്രതിരോധ മാർഗമെന്ന് വിദഗ്ധർ ഊന്നിപ്പറയുന്നു. ആകാശച്ചുഴിയെ നേരിടുന്ന വിധത്തിലാണ് വിമാനങ്ങൾ പൊതുവെ നിർമ്മിക്കപ്പെടുന്നത്.